வசந்தம் பூசுவேன். ஓ சேலை சிக்குல கொட்டி மடியில நான் மடிஞ்சிட்டேன். முத்தமும் தந்தேன் பூவை கொடுத்தேன். சக்கரை போலத்தை பேசி சிரிப்பேன். பூசாமணியும் குறவேசி போன குடிகாரனே நீ. குடிகார ஆகி போய் மச்சினி குழி தோண்டி தள்ளி புட்டா. மச்சினி ஆசைய பேசாமதா என்னையும் அக்கறையில விட்டு புட்டானே. மைனர் வெட்டி கட்டி மனசில்ல அம்பு விட்டா. வீடு மூளைக்கும் முக்குக்கும் ஓடித்தான் பிடிச்சு வளைஞ்ச இடுப்ப கிள்ளி வைப்பான். இப்ப சீவி சிங்காரிச்சு அழகானா நின்னாலும் ஏதாச்சும் சாக்குதா சொல்றா. கெட்ட கோவத்தை வச்சுக்கிட்டு கண்டபாடு கத்தி நீயும் அதனிக்க ஆறுதாலும் தந்தே. நம்ம சேர்ந்துத வச்ச வேற சின்ன சின்ன வம்ப சொல்லி குப்பை போல நீயும் தூக்கி போட்டு. காட்டு பூச்சிதா உன்னை கலகடிக்குதா. வார்த்தை அழகு எல்லாம் வைத்து விடுந்து போச்சா. விட்டா மூச்சந்தி நின்ன முட்டாளா என்ன ஆக்குற. மைனர் வெட்டி கட்டி மச்சினி மனசுல அம்பு விட்டா. மச்சினி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சுன்னு கண்ணடிச்சா. சுந்தமா புத்தி இல்ல மச்சானே சொல்றதும் கேட்பதில்ல. மச்சானே பக்கத்து வீட்டில் எல்லாம் வத்த வச்சு மொத்தமா செஞ்சு புட்டா. வாழ்கையா எடுத்துட்டு மச்சானே வந்ததும் அழுதுடுவா. மச்சானே ஏதாச்சும் பேச போனா உன் தங்கச்சி எத்தித்தா ஓடி போவா. அவங்க என்ன பகலிங்க என்ன கண்ணுள்ள வச்சதான் காப்பானே உன்னை. எந்த சோகமும் பக்கம் வந்தா எதிரே நின்னும் மோதி வெற்றி கொள்வாரே. துன்பங்கள் ஏதும் வந்தா அவனே நெஞ்சுக்குள் பூட்டிக்குவா. நீ வைக்கும் பொட்டுக்குள்ள அவனும் வாழ்க்கையா வாழ்ந்துக்குவா. ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ശിവനന്ദ ചേച്ചി സൂപ്പർ. താങ്ക് യു. അടിപൊളി. എന്താണ് ലാസ്റ്റ് കാണിച്ചു കൂട്ടിയത്? അല്ല അവളങ്ങ് എൻജോയ് തിമർക്കുക. നമുക്ക് എല്ലാവർക്കും ഭ്രാന്തായി ലാസ്റ്റ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒരു വലിയ കൈയടി കൊടുത്ത എല്ലാവരും. കാര്യകാരണങ്ങളൊക്കെ പറയൂ. ഈ സോങ് ദസറ എന്നുള്ള മൂവിയിലാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ സാർ, എഴുതിയിരിക്കുന്നത് മുത്തമിഴ് സാർ, പാടിയിരിക്കുന്നത് ദീക്ഷിത മാമും അതുപോലെ തന്നെ അനിരുദ്ധ് രവിചന്ദ്ര സാറും. നല്ല രസമുള്ള ഒരു പാട്ട്. എനിക്കാകെ തോന്നിയ ഒരെണ്ണം ശിവനന്ദ, ശ്രുതി. അതായിരുന്നു ഒരു പ്രശ്നം. ബാക്കിയൊക്കെ നല്ല ആ പാട്ടിൻ്റെ എന്താണ് വികാരം ഉൾക്കൊണ്ട് പാടി. പക്ഷെ അത് ഒന്ന് ചില ലാൻഡിങ് എങ്കിലും ഒന്ന് ചേർന്ന് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. ഫോക്കാണെങ്കിലും ഫോക്കിൽ അങ്ങനെ നമ്മൾ എന്നാലും ശ്രുതി ഈ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ, ആധാരമല്ലേ ശ്രുതി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊക്കെ ഫോക്കാകുമ്പോൾ അത് അങ്ങനെ ഇരുന്നാലും കൂടെ. പക്ഷെ ചില കുത്തി കാണിക്കുന്ന നോട്ടുകൾ അത് ഷഡ്ജമാണെങ്കിൽ ആ ഷഡ്ജം കുറച്ച് ആ ചേരുമ്പോഴാണ് അതിനൊരു സുഖം കേട്ടോ. മറ്റേതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, കാര്യം അതിൻ്റെ ഒരു സ്വഭാവം അതാണല്ലോ. ഇപ്പം ശിവനന്ദ ഒന്ന് ആ ഒരു പല്ലവി ഒരു 2 ലൈൻ പാടാമോ? പക്കാ ശ്രുതിയിൽ. മൈനാര് വെട്ടിക്കട്ടി മച്ചിനി മനസ്സില്ല അമ്പ് വിട്ട. മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് എന്നെ പാത്ത് നച്ചുന്ന് കണ്ണടിച്ച. കേക്കണം കണ്ണടിച്ച അന്ന് പാടുമ്പോ അത് ഭയങ്കര ഓടാണ് കേൾക്കാൻ. ഇപ്പോഴും ഒരു ചിരി ചേരായിക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് മൈനർ വേട്ടി ദീർഘമുള്ളത് അങ്ങനെ തന്നെ പറയണം. വെട്ടിക്കട്ടി എന്ന് പറഞ്ഞാൽ വേറെയാണ് അർത്ഥം, വെട്ടി എന്നാണ് കേട്ടോ. മൈനർ വേട്ടിക്കട്ടി മച്ചിനി മനസ്സിലെ അമ്പ വിട്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പറയൂ?
ശിവനന്ദ അർത്ഥം അറിഞ്ഞൂടാ. അർത്ഥം അർത്ഥം അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. മൈനർ വേട്ടി ഈ മൈനർ വേട്ടി കെട്ടി എന്നുള്ള വേട്ടി കെട്ടുന്നതാണ്. മൈനർ വേട്ടി കെട്ടി. മച്ചിനി എന്ന് പറഞ്ഞ ആരാണ്? ഭാര്യയുടെ അനിയത്തിയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു പാട്ടാണ്. അതുപോലെ അടുത്ത എന്താണ് അത്? അനുപല്ലവി. വീട് വീട് മൂലയ്ക്കും മുക്കുക്കും ഓടിത്താൻ പിടിച്ച് വലഞ്ച ഇടുപ്പ കിള്ളി വെപ്പാ. മൂലയ്ക്കും അത് കേൾക്കണം. അത് കേട്ടോ, അത് ദീർഘം കേൾക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പാർത്ത അഴക് എല്ലാം കാട്ട് പൂച്ചിതാ ഉന്ന കലങ്കടിക്കുതാ பார்த்த அழகையெல்லாம் வேத்து விடுந்து போச்சா. വേത്ത് വിടുന്ന് പോച്ച. വേത്ത് വിടുന്ന് പോച്ച. അതിനുശേഷം பார்த்த அழகையெல்லாம் வேத்து விடுந்து போச்சா. விட்டா முச்சந்தி நின்ன முட்டாള എന്നാ വിട്ടാ മുച്ചന്തി. മുച്ചന്തി എന്നുള്ള ഇപ്പുറത്ത് പറഞ്ഞാൽ വേറെയാണ് അർത്ഥം. നമ്മൾ കേൾക്കുന്നവർക്കും അത് വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നു കേട്ടോ. മുച്ചന്തി. അപ്പൊ അത് പറയാമോ? பார்த்த அழகையெல்லாம் வேட்டு விடுந்து போச்சா. விட்டா முச்சந்தி நின்ன முட்டாள വിട്ടാ മുച്ചന്തി നിന്ന്. മുച്ചന്തി എന്ന് തന്നെ പറയണം. വേത്ത് വിടുന്ന് പോച്ചാ. വിട്ടാ മുച്ചന്തി നിന്ന മുട്ടാള എന്നാ ആക്കരെ. മുച്ചന്തി എന്നുള്ളത് ഒരു വാക്കാണ്. അത് മുച്ചന്തി എന്ന് തന്നെ കേൾക്കണം കേട്ടോ. അത് ശരിയായിക്കോളൂ കേൾക്കുമ്പോൾ. അത്രേ ഉള്ളൂ കേട്ടോ. പ്രധാനമായിട്ട് ശ്രുതിയായിരുന്നു എനിക്കൊരു പെശകായിട്ട് ഫീൽ ചെയ്തത്. അത് ഇവിടെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. എന്നാലും അതൊന്ന് നിൽക്കുന്ന അങ്ങനെ ഒന്ന് കൃത്യമായിട്ട് നിന്നാൽ നല്ലതായിരുന്നു. പക്ഷെ നല്ല ഒരു ഓളം ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ഡാൻസ് ചെയ്യിച്ചു. എന്തൊക്കെയാ ഞാൻ ചെയ്തു കൂട്ടിയെന്ന് അറിഞ്ഞു. അസാധ്യമായിട്ടോ. എല്ലാവരും ഡാൻസ് കളിച്ചു. വല്ലാത്തൊരു ഒരവസ്ഥയായിപ്പോയി. എക്സസൈസ് ആയിരുന്നു ജഡ്ജിങ് പാനലിൽ. അത്രേ ഉള്ളൂ. ഇതാരാ സെലക്ട് ചെയ്ത ഈ പാട്ട്? ഞാൻ തന്നെയാ സെലക്ട് ചെയ്തത്. എങ്ങനെ? ഹൗ കം? അത് കുറേ സോങ്സ് കൊടുത്തായിരുന്നു. അപ്പം ലേറ്റസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പം ലാസ്റ്റ് കിട്ടിയ സോങ് ഇതായിരുന്നു. അപ്പം അങ്ങനെ കൊടുത്തു. ഓക്കെ, നൈസ്. നല്ല ഓളമുള്ള രണ്ട് എന്താ പറയണ്ട, ഒരു തൃശ്ശൂരും ചതുരശ്വരം അല്ലേ? ഒരു തക്കട്ടും തക്കച്ചിക്കും ഉണ്ടല്ലോ, ഇല്ലേ? അത് എനിക്ക് തോന്നിയതാണോ? അല്ല. പിന്നെ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എടാ, ആദ്യത്തെ ഏതാ പോർഷൻ ഒന്ന് പാടിക്കേ. ആദ്യത്തെ പല്ലവി ഏതാ? മൈനാരെ വെട്ടിക്കട്ടി മച്ചേനി മനസ്സില അമ്പ് വിട്ട മച്ചേനി കണ്ണാടി മാട്ടിക്കിട്ട് എന്നെ പാത്ത് നച്ചെന്നെ കണ്ണടിച്ച ഉള്ളം പാടരുത്, ക്ഷീണിക്കും ഞാൻ. അടുത്ത സെറ്റപ്പ് ഒരു റിതം ചേഞ്ച് ഉള്ളത്. വീട് മൂലയ്ക്കും മുക്കുക്കും ഓടിത്താൻ പിടിച്ച് വലഞ്ച കിടപ്പ കിള്ളി വെപ്പാ. ഇപ്പൊ CV സിംഗാരിച്ച് അഴകാനാ ഞാൻ പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ളത്, ആ താളം ചേഞ്ച് ഉള്ളത്. കോവറ്റ വെച്ച് കിട്ട് കണ്ട പാടി കത്തി നീ ഇതാ ഞാൻ പറഞ്ഞ ഒരു തക്കട്ടയും തകതിമയും ഇല്ലേ എന്ന് അതിന് കൃത്യമായിട്ട് അങ്ങോട്ട് ഉത്തരം പറയുക. അത്രേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഈ വേഷവും പ്രത്യേകിച്ച് ആ കണ്ണാടിയൊക്കെ വെരി ഗുഡ്. എല്ലാം നല്ലതായിരുന്നു. പാടിയതും നന്നാടാ. ഇപ്പം നീ ഇത് സ്റ്റുഡിയോയിലാ പാടുന്നത്, നമുക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അലുവ പോലെ ട്യൂൺ ചെയ്ത്, ആ ട്യൂൺ ചെയ്യേണ്ട സ്ഥലം മാത്രം എല്ലാം ഇട്ട് വരച്ചാൽ കൊള്ളത്തില്ല. ഈ പാട്ടിൻ്റെ മൂഡ് പോവും. ചേരേണ്ട സ്ഥലം മാത്രം അങ്ങോട്ട് ചേർത്ത് വിട്ടാൽ ഗുമ്മായിരിക്കും. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതിനുള്ള സ്കോപ്പില്ല കേട്ടോ. അപ്പോൾ ഇത് പാടിയത് നന്നായിരുന്നു. ശിവനന്ദ ശ്രുതി മാത്രം എനിക്ക് അതായിരുന്നു ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. MG സർ. ശിവനന്ദ സർ, എന്തായിരുന്നു ഡാൻസ്? അതെ, ഒരു രക്ഷയില്ല. താങ്ക് യു. തുടക്കം തൊട്ട് അവസാനം ആയപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ നോക്കുമ്പോ അണ്ണാച്ചുണ്ട് എന്ന് വേണ്ട. ആ തമിഴ്നാട് റിയൽ സ്റ്റൈലിലായിരുന്നു ഇവിടെ. കലക്കി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. യഥാർത്ഥ അണ്ണാച്ചിയായി. പാട്ട് നല്ല പാട്ടാ, നല്ല രസമുണ്ട്. നമ്മുടെ ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. കാടുമീ നാടുമെല്ലാം കാക്കും മാനത്തെ തമ്പുരാനെ, തായത്തു കെട്ടിക്കാം നിനക്ക് താമ്പൂലം നൽകിയിടാം. ഇല്ലേ? ഇനി പാട്ടൊന്ന് പാടി. 2, 3, 4. മൈനർ വെട്ടിക്കട്ടി മച്ചിനി മനസ്സില അമ്പ് വിട്ട മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് എന്നെ പാത്ത് നച്ചെന്നെ കണ്ണടിച്ച. അതെ, ആ ഒരു ഫീൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങോട്ട്. ആ പാട്ട് മോഹൻലാൽ പാടിയാണ്. മോഹൻലാലായിരുന്നു പാട്ട് പാടിയത്. ആ ഓർമ്മ വന്നു. എന്തായാലും
ഡാൻസും പാട്ടും ഒക്കെ കൊള്ളാം. എക്സെപ്റ്റ് മെയിൻ കാര്യം ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒറ്റ കാര്യമാണ് ശ്രുതി. നമ്മൾ എത്ര അടിപൊളി പാടിയാലും ശരി, ശ്രുതി കറക്റ്റ് അല്ലെങ്കിൽ പറ്റില്ല, ഇല്ലേ? അതെ. അപ്പോൾ ആ ശ്രുതി നല്ല കൃത്യമായിട്ട് നിന്നിരുന്നെങ്കിൽ കേൾക്കാൻ നന്നായിരുന്നു. പിന്നെ ഡിക്ഷൻ്റെ കാര്യമൊക്കെ അണ്ണാച്ചി പറഞ്ഞു, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കിവിടെ നല്ലതെന്ന് തോന്നുന്ന അവിടെ ചീത്ത, അവിടെ ചീത്തയെന്ന് തോന്നുന്നു നമുക്കിവിടെ നല്ലത്. ഞാൻ പറഞ്ഞത് തമിഴും മലയാളം തമ്മിലുള്ള ഡിഫറൻസാണ്. അതിപ്പോൾ എന്ത് ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ ശ്രുതി വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ഇതിനെക്കാട്ടി ഫാസ്റ്റ് നമ്പർ വന്നാലും ശരി, ഈ കടകടാന്ന് പോകുന്ന സ്ഥലത്തെല്ലാം ശ്രുതി കൃത്യമായിട്ട് നോട്ട്സ് ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലൊരു ഇത് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ഫാസ്റ്റ് നമ്പർ പാടുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. കാരണം എങ്ങനെ പാടിയാലും ആ കറക്റ്റ് ഇതിൽ നിൽക്കണം, സ്വരസ്ഥാനം, അത് വിട്ടുപോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കൊള്ളാം, നല്ല ഓളം ഉണ്ടായിരുന്നു, ഡാൻസ് നന്നായിരുന്നു. ഈ ശ്രുതി, സ്വരസ്ഥാനങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ, സർ. എനിക്ക് ശിവനന്ദയുടെ ടോൺ ഇന്ന് ഭയങ്കര ഇഷ്ടമായി. ശിവനന്ദ താങ്ക് യു സർ. പിന്നെ മൊത്തത്തിൽ ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, അത് ശിവനന്ദ ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ശ്രുതി ഡെഫിനറ്റ്ലി നമ്മൾ ക്യാച്ച് ചെയ്തേ പറ്റൂ മോളെ. ഇപ്പം ഈ പറഞ്ഞ പോലെ അടിപൊളി പാട്ടാണെങ്കിലും ശരി, എന്ത് പാട്ടാണെങ്കിലും ശരി, ശ്രുതി നമ്മുടെ കയ്യിൽ നിൽക്കണം. ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ അതുപോലെ ഡിക്ഷൻ, ചില വേർഡ്സൊക്കെ നമുക്ക് അയ്യോ എന്നിങ്ങനെ തോന്നിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ടൈം ഇതുപോലെ പിക്ക് ചെയ്ത് വരുമ്പോൾ കെയർഫുള്ളായിട്ട് നിൽക്കുക. കാരണം വേറൊന്നുമല്ല, ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം തമിഴ്നാട്ടിലെ ആൾക്കാരും വേൾഡ് ഓവർ കാണുന്നതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് കാണുമ്പോൾ എന്ന് ഉള്ളൊരു സംഭവം വരാൻ പാടില്ല. ഓക്കെ സർ. അപ്പോൾ അത് നോക്കാം. സന്തോഷിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. സന്തോഷ് സിനിമയിൽ വരുന്നതിന് മുന്നേ തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. കാരണം ഇതിൻ്റെ ഒക്കെ കണക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അർജുനാണ് എന്നെ വിനീതിനെ പരിചയപ്പെടുത്തിയത്, സന്തോഷിനെ, ജെയ്ക്സിനെ. അപ്പം ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം, അപ്പോൾ അതിലുള്ള മലയാളി എന്ന് പറഞ്ഞ സോങ് ആണോ അതോ മിന്നലഴകെ ആണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ പ്രോഗ്രാമിങ്ങിന് നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റിരിക്കുക തറയിൽ, വിനീത്, ഞാൻ, ജെയ്ക്സ്, സന്തോഷ് അവിടെ സിസ്റ്റത്തിന് മുമ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നു, കേൾപ്പിക്കുന്നു ചെന്നൈയിൽ. അപ്പോൾ അത് ഒരു വൻ മൊമെൻ്റ്. അന്നൊന്നും നമുക്കറിയില്ല സന്തോഷ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എന്താ പറയുക, രജനി സാറിൻ്റെ പടം വരെ ചെയ്യും എന്നുള്ളൊരു നിലയിലെത്തുന്നു. അന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം. പിന്നെ അതുപോലെ ഉയിർമൊഴി എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ ഒരു മുറൈ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് സന്തോഷ് ചെയ്തത്. അത് സന്തോഷ് കോളേജിൽ പഠിക്കുമ്പം ചെയ്തൊരു പാട്ടാണ്. അതിൻ്റെ ഒരു റോ വേർഷനുണ്ട്, അത് നമ്മൾ കേട്ടതാണ്. സിനിമയിൽ വന്നത് അതിൻ്റെ ട്യൂൺ മാത്രമേ ഉള്ളൂ, ഓർക്കസ്ട്രേഷനൊക്കെ അവൻ മാറ്റി. പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ ചെയ്ത ഒരു മുറയുണ്ട്, അത് കേട്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലിറ്ററലി നമ്മൾ സ്വർഗം കാണും. അതുപോലത്തെ ഒരു ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. അവൻ വെറും കമ്പ്യൂട്ടർ വെച്ചിട്ട് ലൈവോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ജീനിയസാണ് സന്തോഷ്. സന്തോഷിന് വലിയൊരു കയ്യടി നമ്മളിവിടുന്ന് സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ നിന്ന് കൊടുക്കുന്നു. മോളെ, ഇതാണ് ശ്രുതി പിടിക്കുക, ബാക്കി സംഭവങ്ങളൊക്കെ കളറായിരുന്നു. താങ്ക് യു ഓക്കെ, സർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ശിവനന്ദ, എന്റെ ശിവനന്ദേ, മാം. പൊളിച്ചടുക്കിയില്ല ഡാൻസ് ഒക്കെ. താങ്ക് യു. എന്തായിരുന്നു പെർഫോമൻസ്? സൂപ്പർ. അവിടെ നന്നായി ഒരുങ്ങി നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാനും. ലാസ്റ്റിലാണ് ശിവനന്ദ ഒന്ന് പാടിക്കഴിഞ്ഞു, ഇനി ഞാൻ ഡാൻസ് കളിക്കട്ടെ കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് സ്റ്റൈലാക്കിയത് രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഓവർ എക്സൈറ്റ്മെന്റില് ശബ്ദത്തിന്റെ വോളിയം അങ്ങ് കൂടിയപ്പം ശ്രുതി നമ്മുടെ കൈവിട്ട് പോയി. അത് ഒരു സത്യമാണ്. പക്ഷെ അതല്ലാതെ മോളുടെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മോള് കലക്കിടാ, നന്നായിരുന്നു. ഇതൊക്കെ ഇത്രയൊക്കെ പഠിച്ച് പാടണ്ടേ അല്ലേ? ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ പാടണം അല്ലേ? എന്നിട്ട് പാടി. വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാൻ കുറച്ച് പണിയെടുത്തോ? പഠിക്കാൻ ഈ സോങ്ങിൽ ലിറിക്സ് പഠിക്കാൻ കുറച്ച് ഒരുപാട് പ്രയാസപ്പെട്ടു അല്ലെ? ഒരു യൂഷ്വൽ തമിഴല്ല, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു തമിഴ്. അപ്പൊ നമുക്കത് തലയിൽ ഇരിക്കാൻ കുറച്ച് പാടാം, ബൈ ഹാർട്ടായിട്ട് പാടാൻ അല്ലേ?
മോള് നല്ല അറ്റംപ്റ്റ് തന്നെയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സർ. 9.1. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ. ശരത് സർ. 9. താങ്ക് യു സർ. താങ്ക് യു സർ. ആ, ഷാനിക്ക. ശിവനന്ദ. സാർ. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 18.1. താങ്ക് യു. സൂപ്പർ. എടാ